Okay, in the last session, we have quickly gone through the process of set off of losses and carry forward. Just നമ്മൾ ക്വിക്കായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് വിത്ത് വാട്ട് ഓൾ ഹെഡ്സ് ഇൻട്രാ ഹെഡ് ആൻഡ് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ഇസ് പോസിബിൾ ഇതിനെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു ഇൻ ദി ഏർലിയർ സെഷൻ. ലാസ്റ്റ് സെഷനിൽ നമ്മൾ അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് ആൻഡ് വി ഹാവ് ക്വിക്ലി ഗോൺ ത്രൂ ദിസ്. അപ്പോൾ വാട്ട് ഈസ് ദി റെലവൻസ്, അതായത് ഇപ്പം ഈ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് വേർ വിൽ വി ഡു ഇറ്റ്, ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ടോട്ടലിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴായാലും വേർ വി വിൽ ഡു ദിസ്. As you know, the types of income: income from salary, income from house property, profit and gains in business or profession, capital gain, and last one, income from other source. About 5 heads of income. So you will add up all this head. അതായത് 5 ഹെഡിലുള്ള ഇൻകം you will add. And after arriving the total, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. I will writing it shortly. That is income from salary. ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, then it is profit and gains of business or profession, capital gain, and income from other source. So after arriving at the total, നമ്മൾ ഒരു ടോട്ടൽ ഫിഗറിലെത്തും. And after this, after arriving the total of 5 heads, you have to make the set off and also to adjust the carry forward of losses. In certain cases, നമ്മൾ in the last session ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് മാത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചില ഹെഡ്സിൽ ആ ഹെഡ്സിന്റെ ഹെഡ് സ്പെസിഫിക് ആയിട്ടുള്ള സെയിം ഹെഡിൽ വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യും. അത് വി വിൽ ഡു ഇറ്റ് എന്താണ് ആ ഹെഡിന്റെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഒബ്റ്റൈൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ദ കോമൺ വൺ വിച്ച് വി ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് എനി അതർ ആർ റിമൈനിങ് ഇൻകത്തിൽ നമുക്ക് അല്ലെങ്കിൽ അതർ ഹെഡ്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. And only after this, what you get is the gross total income. GTI, gross total income. Again, from this gross total income, you have to make deduction from 80C to 80U. And finally, you arrive at the total income of a person. And that total income is considered for calculating the tax liability. So, total income. Okay, this is a nutshell of how to compute the tax liability of a person. Moving on to the specific topic, set of questions. So now in the morning session, we have discussed the same head on the set of അതുപോലെ അതർ ഹെഡ്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നത് ഏതൊക്കെ കേസസിലാണ് സ്പെസിഫിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെല്ലാം ഐ ഹാവ് ഗിവൺ യു എ സ്മോൾ ഐഡിയ ആൻഡ് ഷോർട്ടായിട്ട് അതിൻ്റെ നോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ വി വിൽ ഡിസ്കസ് ക്വസ്റ്റ്യൻസ് ഓൺ ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ദ ഇൻകം ഓഫ് എ പേഴ്സൺ എ ഫോർ ദ അസസ്മെന്റ് ഇയർ is being computed as under.
in the sense that ഇത് തന്നിരിക്കുകയാണ് we were asked to compute the gross total income. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ 5 ഹെഡിന്റെ ഇൻകം, അത് കഴിഞ്ഞ് വി വിൽ മേക്ക് ദ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് അഡ്ജസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് GTA കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു റൈറ്റ് ഓൾ ദി എല്ലാ ഹെഡിലും 5 ഹെഡിലും വരുന്ന ഇൻകം ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിലെ ഐറ്റം എന്ന് പറഞ്ഞാൽ ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ലോസ് ഇപ്പൊ നോക്കണ്ട. അടുത്ത സെക്കൻഡ് ഐറ്റം ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം എ പ്രോപ്പർട്ടി വിച്ച് ഇസ് ലെറ്റ് ഔട്ട്, അതും ലോസ് ആണ്, കീപ് ഇറ്റ് അവേ, അതും ഇപ്പൊ നോക്കണ്ട. തേർഡ് ഐറ്റം നോക്കുക, ഇറ്റ് ഇസ് ദി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ്. അപ്പൊ അത് ഇൻകം ആണ് ഒരു ഹെഡിലെ. ദെൻ അടുത്ത നാലാമത്തെ ഐറ്റം തന്നിരിക്കുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ദ ബിൽഡിംഗ് ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് എൻ ഇൻകം. അപ്പോൾ ഞാൻ അപ്പോഴേ ഡിസ്കസ് ചെയ്ത പോലെ ഇൻ ദി ഓർഡർ, ദാറ്റ് ഇസ് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ആ ഓർഡറിൽ തന്നെ ഇൻകം എടുക്കുക, ജസ്റ്റ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ ആൻഡ് ദെൻ മേക്ക് ദ സെറ്റ് ഓഫ് ഓർ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ ഫോർ ദാറ്റ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് രണ്ടെണ്ണമാണ്. വൺ ഇസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, രണ്ടാമത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഈ രണ്ടായിട്ടും തന്നിരിക്കുന്നത് ഇൻകം ആയിട്ട്. സോ ഇൻ ദാറ്റ് ഓർഡർ, അപ്പൊ ആദ്യം വി വർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. സോ ഫസ്റ്റ് വി ക്യാൻ ടേക്ക് വാട്ട് ഇസ് ദി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ക്യാപിറ്റൽ ഗെയിൻ. സ്പെസിഫിക് ആയിട്ട് LTCG തന്നിട്ടുള്ളതുകൊണ്ട് യു ക്യാൻ സ്പെസിഫൈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. രണ്ടും ആഡ് അപ്പ് ചെയ്യുക, യു വിൽ ഗെറ്റ് 3,60,000. Next is what you want to do is you have to set off the losses. Loss ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ഇത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ, ഈ പെർട്ടിക്കുലർ അസസ്മെന്റ് ഇയറിൽ, നമ്മുടെ അസസ്മെന്റ് ഇയർ ആയ 2021 ഇൻകർ ചെയ്ത ലോസസ് ആണ് ഈ തന്നിരിക്കുന്ന രണ്ട് ഹെഡിലും. ഇൻകം ഫ്രം അതർ സോഴ്സും അതുപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, രണ്ട് ഹെഡിലും ലോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഹെഡ് ഇറ്റ് ഇസ് 14,000 ആൻഡ് ദ സെക്കൻഡ് ഹെഡ് ഇറ്റ് ഇസ് 10,000. അപ്പോൾ ഇൻ ദി ഓർഡർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2 lakh വരെ നമുക്ക് ഏത് ഹെഡിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻ ദ ക്വസ്റ്റ്യനിൽ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ എന്തില്ല, ഇൻകം തന്നിട്ടില്ല. സോ ദർ ഇസ് നോ സെയിം ഹെഡ് സെറ്റ് ഓഫ് എന്ന് വെച്ചാൽ ഒരേ ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുന്ന പ്രോസസ്സ് ഇല്ല. കാരണം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ആദ്യം എന്ത് തന്നെ ചെയ്യുമായിരുന്നു, വി വിൽ സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം സെക്കൻഡ് ഐറ്റം ആയ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ ദർ ഇസ് നോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഇൻകം ഇല്ലാത്തത് കൊണ്ട് വി വിൽ സെറ്റ് ഓഫ് ദി ലോസ് ഓഫ് ₹10,000 വിത്ത് ദി അതർ ഹെഡ്. അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇൻകം ഫ്രം അതർ സോഴ്സ് നമുക്ക് എന്തില്ല, അതിന്റെ ആ ഹെഡിലെ ലോസ് തന്നിട്ടുണ്ട്, വി ആർ നോട്ട് ഗിവൻ ദി ഇൻകം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലോസ് രണ്ടും തന്നിരിക്കുന്നതിന് അതിൻ്റെതായ ഹെഡില് എന്തില്ല, ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ ദർ ഇസ് നോ ഇൻകം. അപ്പൊ വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ സെറ്റ് ഓഫ് ദി ലോസസ് ഫ്രം അതർ ഹെഡ്സ്. അതർ ഹെഡ്സിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഹൗസ് പ്രോപ്പർട്ടി ലോസ് 2 lakh വരെ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സിലെ ലോസ് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നവുമില്ല, പ്രൊവൈഡഡ് കാഷ്വൽ ഇൻകത്തിന്റെ. അത് നമ്മൾ ആ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ വാട്ട് വി ഡസ് ഹിയർ ഇസ് വി വിൽ ജസ്റ്റ് ഡിഡക്ട് ദി ലോസ് ഫ്രം ദി ടോട്ടൽ ഓഫ് 3,60,000. 3,60,000 നിന്ന് we will deduct the both the losses and finally we arrive at the gross total income.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. Or else we will move to the next question. Okay. Moving to the next question. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് you were asked to compute the gross total income of Mr. A for the assessment year 2021. Share of profit from an association of person which is taxed at normal rate, that is 20,000. ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിന് മോസ്റ്റ്ലി ചില സിറ്റുവേഷനിലൊക്കെ they will be charged at the average rate of tax. Average rate of tax, ART. Last സെമ്മിൽ നമ്മൾ തിയറി ഒക്കെ പഠിച്ച സമയത്ത് ഐ ഹാവ് ഡിസ്കസ്ഡ് ഹൗ ടു കാൽക്കുലേറ്റ് ദി ആവറേജ് റേറ്റ് എന്നൊക്കെ. അപ്പോൾ ആവറേജ് റേറ്റിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് when the information regarding the profit share from an AOP, ഒരു AOPയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിനെ പറ്റി തരുമ്പോൾ whether it is taxed at average rate or normal rate എന്നുള്ളത് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. സെക്കൻഡ് തിങ് ഇസ് ലോസ് ഫ്രം പേഴ്സണൽ ബിസിനസ്. അപ്പോൾ നമുക്കിപ്പോൾ ലോസ് ഫ്രം പേഴ്സണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ഏത് ഹെഡിനകത്തുള്ള ലോസ് ആണ്? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിലെ ലോസ് ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡയറക്ട്ലി ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഫൈനൽ ആൻസർ, ആ ഹെഡിലെ ഫൈനൽ ആൻസർ. ഫോർത്ത് ഐറ്റം ഇസ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. ആസ് യു നോ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഏത് ഹെഡിൽ വരുന്ന ഇൻകം ആണ്? ഇറ്റ് ഇസ് പുട്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് ഹെഡായ ഇൻകം ഫ്രം സാലറി ഇല്ല. സോ പിന്നെ ഉള്ളത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ വാട്ട് വി വിൽ ഡു, വി വിൽ റൈറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21. അത് കഴിഞ്ഞ് ആദ്യത്തെ ഹെഡായ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ എഴുതും. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ഈ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ വരുന്നതാണ് നമ്മൾ അപ്പോഴേ പറഞ്ഞ ലോസ്, സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് വരുന്ന ലോസ്. അത് ആ ഹെഡിൽ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേ ഹാവ് റിട്ടേൺ ഹിയർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ഗെയിൻഡ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അതായത് ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സന്റെ ഭാഗമായി ഇരിക്കുന്നത് കൊണ്ട് യു ഹാവ് റിസീവ്ഡ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഇൻകം ഇസ് ബീൻ പുട്ട് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് business of profession. അതുകൊണ്ട് even though it is both the items, share from the AOP as well as the loss from the personal business is under the same head, here it cannot be set off against the income from association of person. കാരണം ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓൾറെഡി ഈ AOPയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഷെയറിന് ടാക്സ് വിൽ ബി പെയ്ഡ് ബൈ ദ AOP ആണ്, നോട്ട് ബൈ ദ മെമ്പർ. And it is exempt at the average rate of tax when it is in the hands of A. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിലെ അസസിയായ എയുടെ ഹാൻഡിൽ എത്തുമ്പോഴത്തേക്കും ഇറ്റ് ഗെറ്റ് എക്സെപ്റ്റഡ്. ക്ലിയർ? അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഇസ് ടാക്സബിൾ മാറ്റർ ആകുന്നത്, അല്ലെങ്കിൽ ടാക്സബിൾ എലമെന്റ് സബ്ജക്ട് മാറ്റർ ആവുന്നത് AOPക്കാണ്, നോട്ട് ബൈ ദ മെമ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോസ് ഫ്രം പേഴ്സണൽ ബിസിനസ് യു കാൺട്ട് ടേക്ക് ഇറ്റ് ഓവർ ദെയർ. ആ ഹെഡിൽ അല്ലെങ്കിൽ ആ 20,000 നിന്നും യു കാൺട്ട് മേക്ക് എ സെറ്റ് ഓഫ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ഇൻകം അണ്ടർ ദ ഹെഡ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ ഒരു ഇൻകം ഉണ്ടായിരുന്നു, ആസ് വെൽ ആസ് ദർ വാസ് എ ലോസ്, ബട്ട് വി വർ നോട്ട് ഇൻ എ പൊസിഷൻ ടു സെറ്റ് ഓഫ്. ഇത് സ്പെസിഫിക് കേസ് ആയിട്ട് ഐ ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് സെഷൻ. യു വോണ്ട് ബി ഏബിൾ ടു സെറ്റ് ഓഫ് ദി ലോസസ് അറൈസ്ഡ് ഫ്രം AOP. ദെൻ അതർ സോഴ്സിൽ വരുന്നതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു. സോ അത് നമ്മൾ അതർ സോഴ്സിലെ ഇൻകം ആയിട്ട് എടുത്തു. ആൻഡ് വി ഓൺലി ആഡ് അപ്പ് ദ ഇൻകം എല്ലാം ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ അപ്പോഴേ പറ്റാത്ത ആ ലോസ് ഫൈനലി നമ്മൾ ഡിഡക്ട് ചെയ്തു. ഹിയർ നമുക്ക് ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ ദർ ഇസ്
there is an amount of rupees എന്താണ് 29,000 റുപ്പീസ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ടോട്ടൽ നമ്മൾ ഹെഡിൽ നിന്നെല്ലാം ഇൻകം ആയിട്ട് ദർ ഇസ് 29,000 ഉണ്ടെങ്കിലും വെരി വെരി സ്പെസിഫിക് ആയിട്ട് പറയുന്നു AOP കിട്ടുന്ന ഷെയർ അതിനെ എടുക്കാതെ മീൻസ് ആ പോർഷൻ എടുക്കാതെ out of the 29,000 only 9,000 will be available for our loss deduction. അതായത് വി ക്യാൻ മേക്ക് എ സെറ്റ് ഓഫ് ഒരു ബിസിനസ്സിലെ ഇൻകത്തിനെ നമുക്ക് വേറൊരു ബിസിനസ്സിന് സെറ്റ് ഓഫ് ചെയ്യാം, ബട്ട് പ്രൊവൈഡഡ് ഇൻ ദ കേസ് ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ വി ആർ നോട്ട് സപ്പോസ് ടു ഡു സോ. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 15,000 ലോസ് ഉണ്ടെങ്കിലും we were able to set off only 9,000 during this year. Baki 6,000 will be carry forward. If you have any doubts in this question, you can ask me. Even though the question is small ആയിട്ട് തോന്നുമെങ്കിലും ഇതാണ് അതിന്റെ റീസൺ. The loss of AOP or BOE which could not be taken into account for headwise and inter-headwise, and it cannot be divided among the members also. Hope the second question is clear. Okay, moving to the next portion. ബാക്കി ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പോർഷൻസ് എല്ലാം തിയറി നോട്ട്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. ബട്ട് ഇതിപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾ വായിച്ചു നോക്കിയില്ലേലും ലാസ്റ്റ് സെറ്റ് മീൻസ് ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞ ക്രക്സ് ആയിട്ട് പറഞ്ഞ അത്രയും പോർഷൻ നോക്കിയാലും മതിയാവും. യു വിൽ ഗെറ്റ് ഓൾ ദിസ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഞാൻ കുറച്ച് ഏരിയ വളരെ സ്പെസിഫിക് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ നോട്ട്സ് ഷെയർ ചെയ്തേക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കഴിഞ്ഞ സെഷനകത്ത് പറഞ്ഞിരുന്നു. There is an order to be followed when there is depreciation of the current year as well as the unabsorbed depreciation is given. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ഒരു അസസി ഹി ഈസ് ഏബിൾ ടു ക്ലെയിം ഓർ എൻറ്റൈറ്റിൽ ടു ക്ലെയിം ആസ് പെർ ദ ടാക്സ് റൂൾസ് പ്രകാരം ഡിപ്രീസിയേഷനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എല്ലാം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ വർഷത്തെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷനാണ്. ഓക്കെ, കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇഫ് എനി എമൗണ്ട് ഈസ് സ്പെൻഡ് ഓർ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിത്ത് റിഗാർഡ് ടു ദി സയന്റിഫിക് റിസർച്ച്, ഫാമിലി പ്ലാനിങ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിഡക്ട് ഫോർ ദ സെയിം. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഡിഡക്ട് ദ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസസ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കേസിൽ അതായത് സെറ്റ് ഓഫ് ചെയ്ത് പോകാതെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്ന ലോസസ്, ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസസ് കുറയ്ക്കുക. അതിനും ശേഷം മാത്രം
ഇഫ് ദർ ഇസ് എനി അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? ദോസ് ഡിപ്രീസിയേഷൻ വേർ ലാക്ക് ഓഫ് ഇൻകം കാരണം നമുക്ക് അൺഅബ്സോർബ്ഡ് ആയിട്ട് കിടക്കുന്നത്. ഏതെങ്കിലും അസസ്മെന്റ് ഇയറിൽ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്ത് പോകാൻ പറ്റാത്തത്, അത് ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ബട്ട് വി വിൽ യൂസ് ദ ടേം അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അത് കറണ്ട് ഇയറിലത്തെ ആയിരിക്കില്ല, ഇതിന് മുന്നേ ഉള്ള ഏതെങ്കിലും പീരീഡിലെ ഡിപ്രീസിയേഷൻ ആയിരിക്കും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അപ്പൊ അവിടെയും നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, അതിനും ശേഷം മാത്രം ഇഫ് ദർ ഈസ് എനി എമൗണ്ട് ലെഫ്റ്റ് ഔട്ട് ഓഫ് ദ ബിസിനസ്, ബിസിനസിന്റെ പ്രോഫിറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു വിൽ ഡിഡക്ട് ദി അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ, ദിസ് ഇയേഴ്സ് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പിന്നെയാണ് ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ്, വീണ്ടും അഗെയിൻ നമ്മൾ 1ന്റെയും 2ന്റെയും അൺഅബ്സോർബ്ഡ് പോർഷൻ, അതായത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദിസ് ഓർഡർ ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് always when the amount of current year depreciation as well as unabsorbed depreciation, പിന്നെ അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസസ്, ഇതെല്ലാം വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും പറഞ്ഞാൽ സെറ്റ് ഓഫിലും ക്യാരി ഫോർവേഡിലും പലർക്കും ക്വസ്റ്റ്യൻ എന്താണ് ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് സംഭവിച്ച് തെറ്റിപ്പോകാനുള്ള ചാൻസ് വരുന്നത് വെൻ ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ് ഓർഡർ. ഈ ഓർഡർ മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. And this we have discussed ഓരോ ലോസും എത്ര ഇയേഴ്സ് വരെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള, മീൻസ് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡിഡക്ട് ചെയ്യാൻ, ക്യാരി ഫോർവേഡ് ലോസസ് എത്ര വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം എന്നുള്ളതാണ്. That we discussed earlier. Then what is unabsorbed depreciation? That is in cases where there is no sufficient profit under the head. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഹെഡിൽ സഫിഷ്യന്റ് ആയ പ്രോഫിറ്റ് ഇല്ല, നമുക്ക് ഡിപ്രീസിയേഷൻ തന്നെ റൈറ്റ് ഓഫ് ചെയ്യാനില്ല എങ്കിൽ, ഡ്യൂ ടു ഇൻസഫിഷ്യൻസി ഓഫ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് സഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് വി വിൽ കോൾ ഇറ്റ് ബൈ ദ നെയിം. അങ്ങനത്തെ എത്ര എമൗണ്ട് ആണോ ആ ഡിപ്രീസിയേഷൻ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റാത്തത്, പ്രോഫിറ്റ് ഇല്ലാത്ത കാരണം നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റാത്തത്, ആ സോ മച്ച് എമൗണ്ട് അല്ലെങ്കിൽ എത്രയാണോ ആ എമൗണ്ട്, അതിനാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. When you take the case of unabsorbed depreciation, this is very important. തിയറിക്കായാലും പ്രോബ്ലത്തിനായാലും this is very important. ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻ ദി കേസ് ഓഫ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഓഫ് എ ബിസിനസ്, the assessee can set off against the profit of some other business or profession. വേറൊരു ബിസിനസിന്റെ ഇതുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, പ്രൊവൈഡഡ് പ്രോഫിറ്റ്സ് ഓഫ് എനി അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ, വീണ്ടും ആ വേറെ ബിസിനസ്സും പ്രൊഫഷന്റെയും പ്രോഫിറ്റിൽ നിന്നും നമുക്ക് വീണ്ടും ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ദ ബാലൻസ് ഓഫ് സച്ച് ഡിപ്രീസിയേഷൻ will be chargeable under any other head of for that year. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വി ഡിഡ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു അസസിക്ക് 4 ബിസിനസ് ഉണ്ടെങ്കിൽ 2 ബിസിനസ്സിനകത്തുള്ള ഡിപ്രീസിയേഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി പോസിറ്റീവായ ഒരു വാല്യൂ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് റിമൈൻ ചെയ്തു എങ്കിൽ, ബാക്കിയുള്ള 2 ബിസിനസിന്റെ കേസസിൽ ഇഫ് ദർ ഇസ് ഇൻസഫിഷ്യൻസി ഓഫ് പ്രോഫിറ്റ്, സഫിഷ്യന്റ് ആയ പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ബിസിനസ്സിലെ പ്രോഫിറ്റ് ഉപയോഗിച്ച് 3ലെയും 4ലെയും ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യാം. പക്ഷെ എന്നിട്ടും, അതായത് നമ്മൾ ഒരു ഹെഡിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ തന്നെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു, അതായത് ഈ കറണ്ട് ഇയറിൽ തന്നെ എല്ലാം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. ബട്ട് ഇഫ് യു ആർ അഗെയിൻ വി ആർ നോട്ട് ഏബിൾ ടു ഡു സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസിന്റെ ഡിപ്രീസിയേഷൻ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് തന്നെ ആവണം എന്നില്ല. യു ക്യാൻ മേക്ക് ഇറ്റ് വിത്ത് അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓൾസോ, അവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നും ആവാം. ബട്ട് എന്നിട്ടും ഇഫ് ദർ ഇസ് നോ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വി വിൽ ക്യാരി ഫോർവേഡ് ഇറ്റ്. ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ വീണ്ടും നമ്മൾ നോക്കും വേറെ ഹെഡ്സ് ഉണ്ടോ നോക്കും. ഇന്ന് ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സെയിം ഹെഡിൽ വി വിൽ മേക്ക് എ ട്രൈ, and if it is not possible we will go for other head in the income നോക്കും.
അതർ ഹെഡിലും സഫീഷ്യൻ്റ് അല്ല എങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യപ്പെടും, സ്റ്റിൽ എന്തെങ്കിലും അൺഅബ്സോർഡ് ആണെങ്കിൽ ഈ സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്ന പോലെ വി വിൽ ക്യാരി ഫോർവേഡ് ഇറ്റ് ടു ദ നെക്സ്റ്റ് അസസ്മെന്റ് ഇയർ. ആൻഡ് സച്ച് ആൻ അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ will be added back to the depreciation elements. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഅബ്സോർഡ് ഡിപ്രീസിയേഷനെ എന്തിന്റെ ഭാഗമായിട്ട് എടുക്കും, നമ്മുടെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ പോലെ തന്നെ എടുക്കും. സേ ഫോർ എക്സാമ്പിൾ ബിസിനസ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഒക്കെ കുറയ്ക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആണെങ്കിൽ ആദ്യം എന്ത് മൈനസ് ചെയ്യുക, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് യു ഹാവ് ടു ഡിഡക്ട് ദ കറണ്ട് ഇയേഴ്സ് ഡിപ്രീസിയേഷൻ. അതിനുശേഷം എന്തെങ്കിലും ബ്രോഡ് ഫോർവേഡ് ആയ ബിസിനസ് ലോസസ് ഉണ്ട് എങ്കിൽ അത് മൈനസ് ചെയ്യുക. അതിനുശേഷം വേണം ബ്രോഡ് ഫോർവേഡ് അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ. ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഡിപ്രീസിയേഷൻ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. ആൻഡ് വിച്ച് ക്യാൻ ബി, ഇഫ് എനിത്തിങ് ഇസ് റിമൈനിങ് അൺഅബ്സോർഡ്, ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ എനി അതർ ഹെഡ് എക്സെപ്റ്റ് സാലറി. സാലറിയിൽ ഒരിക്കലും ചെയ്യില്ല. ഓൾവേസ് എപ്പോഴും കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ആകെ ഒരേ ഒരു കാര്യമേ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുള്ളൂ. അതെന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് ആണ് അപ് ടു 2 lakh. അല്ലാതെ വേറെ ഒരു കാര്യവും ഇൻകം ഫ്രം സാലറിയിൽ സെറ്റ് ഓഫ് ചെയ്യില്ല. കാരണം അങ്ങനെ നമ്മളൊരു ഇത് കൊടുത്തില്ല ഇല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചില്ല എങ്കിൽ all this set off and carry forward in the provisions will be used in a way to evade the tax. ആൾക്കാർ പ്രാക്ടിക്കലി വരുമ്പോൾ അതും ഇവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സ്റ്റിൽ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും ഇഫ് ദർ ഇസ് എനിത്തിങ് ഓൾവേസ് സെറ്റ് നമ്മൾ പറഞ്ഞു അതാണ് അബ്സോർഡ് ഡിപ്രീസിയേഷൻ ആണ്. എന്നുവെച്ചാൽ അതർ ഹെഡിൽ ശ്രമിച്ചിട്ട് നടന്നില്ല. In the case of a business or profession which has been discontinued in the previous year 2000 or 2000 to 2001 or in any later year, unabsorbed depreciation can be carried forward. With effect from that previous year on, we just may carry forward and set off. Carry forward and set off in the provision a particular year or previous year. So this is the case of unabsorbed depreciation. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. And there are some specific cases or special cases where you have to be very careful while making the adjustment of carry forward losses. അതിൽ ഒരു ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ഫേം ആണ്. When you are having a share of loss from a firm, അതായത് നിങ്ങൾ ഒരു പാർട്ട്ണർ ആണെന്ന് അസ്യൂം ചെയ്യുക ആൻഡ് ഓൾവേസ് ഒന്നിലെ പോസിറ്റീവ് റിട്ടേൺസ് ആയിരിക്കും അല്ലെങ്കിൽ യു വിൽ ദ ഫേം ഇൻകർ എ ലോസ്. അപ്പൊ അങ്ങനെ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഷെയർ ഓഫ് ലോസ് ഫ്രം എ ഫേം cannot be set off by a partner against his personal income, but the firm can carry forward and set off its losses. Situation മനസ്സിലായോ? പാർട്ട്ണർഷിപ്പ് firm is different from partner. അപ്പൊ ഫേമിന് വേണമെങ്കിൽ they can carry forward, അവർക്ക് അവരുടെ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്ത് they can make it, they can set off the loss in future period, ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ പീരീഡ് ചെയ്യാം. ബട്ട് ഒരിക്കലും ഒരു പാർട്ട്ണർ അയാളുടെ പേഴ്സണൽ ഇൻകത്തിൽ എന്ത് ഡിഡക്ട് ചെയ്യാൻ പാടില്ല? ലോസ് ഫ്രം എ ഫേം cannot be deducted. അത് ഫസ്റ്റ് ഒരു കേസ്. സെക്കൻഡ് തിങ് you should keep in mind is loss of a firm in case where there is a change in its constitution. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി ചേഞ്ച് ഇൻ ദ ഫേം ഓൾസോ. അപ്പൊ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ദേ കാൺ ക്യാരി ഫോർവേഡ് ദ ഷെയർ ഓഫ് ലോസ് എസ്പെഷ്യലി ടു ദ റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് വിൽ ബി ചേഞ്ച്ഡ് ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ അതൊരു അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആയിരിക്കും, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ ആയിരിക്കും, ഓർ ഇറ്റ് മേ ബി ദ
ഇറ്റ് മേ ബി ഡ്യൂ ടു ദി ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അപ്പൊ ആ സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും യു കാൺ മേക്ക് ഇറ്റ് ലയബിൾ, അതായത് യു കാൺ ക്യാരി ഫോർവേഡ് ദ ഷെയർ ഓഫ് ലോസ് attributable or applicable to a retiring or deceased partner. അപ്പോൾ retired or deceased partner is not attributable to the share of loss. Then the third thing is loss in case of cessation of business or profession. Succession rights അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഇസ് ആസ് പാർട്ട് ഓഫ് ഇൻഹെറിറ്റൻസ്, ഇറ്റ് ഇസ് ബീൻ ടേക്കൺ കണ്ടിന്യൂഡ് ബൈ അനദർ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസഷൻ റൈറ്റ് പ്രകാരം ഒരാൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ഓഫ് പ്രൊഫഷൻ നെക്സ്റ്റ് വേറൊരു പേഴ്സൺ ചെയ്യുവാണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് സസ്റ്റെയിൻഡ് ബൈ ദ പ്രിഡിസസർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ആരാണോ നടത്തിക്കൊണ്ടിരുന്ന ആ വ്യക്തി ഇൻകർ ചെയ്ത ലോസോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ഓഫ് ചെയ്യാനും, അതായത് ക്യാരി ഫോർവേഡ് ചെയ്യാനും, ആ ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് പിന്നീട് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. Then very important, loss of a company in which the public are not substantially interested. പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനീസിൽ സെറ്റ് ഓഫ് അവർ ലോസസ് അഗെയിൻസ്റ്റ് ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ അൺലെസ് on the last day of the previous year the shares of the company not less than 51% of the voting power, and that not less than 51% of voting power on the last day of the year in which the loss was incurred. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദർ ഇസ് എനി ചേഞ്ച് ഇൻ ദി ഓണർഷിപ്പ് ഓഫ് എ കമ്പനി ഇൻ വിച്ച് ദ പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്, they are not entitled to carry forward and set off losses. ചുരുക്കി അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. പക്ഷെ അവർക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയന്റിഫിക് റിസർച്ച്, ഫാമിലി പ്ലാനിങ് അതെല്ലാം ഡിഡക്ട് ചെയ്യാം. ബട്ട് അതർവൈസ് they are not permissible to deduct any carry forward, or they are not entitled to make the carry forward and set off the losses. Carry forward ഇത് പിന്നുള്ള ഇയറിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ റൂള് മനസ്സിലാവും. സോ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു പ്രോബ്ലംസ് എല്ലാം. ഇപ്പം ക്യാരി ഫോർവേഡിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട 4 കേസാണ് സ്പെസിഫിക്കലി ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞ ഇയേഴ്സ് ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എത്ര വർഷമാണ്, സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്നുണ്ടാവുന്ന ലോസ് എത്ര ഇയർ, ആ ഇയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Okay, moving to the first question. First question is, Mr. Arun gives the following details. I am combinedly using 2 textbooks and then explaining you the illustrations. Illustration parnittu we will surely do the practical problems. Appo second 2 question നമ്മൾ already discuss ചെയ്തു. One was about the normal ഒരു set off in the question. പിന്നെ second question was share of profit from AOP. അത് വരുന്ന ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ, ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദി സെക്കൻഡ് വൺ. അപ്പോൾ ഈ സെഷനിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, Mr. Arun gives the following details relating to the financial year 1920, that is income from house properties 36,000, profit from sugar business 50,000, share of profit from an AOP that is 20,000, short-term capital gain, long-term capital gain,
long-term capital loss. So everything is given relating to all the heads, and he has the following brought forward losses also. Brought forward ചെയ്തിരിക്കുന്ന കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റാത്തതായ കുറച്ച് ലോസസും തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് വിത്ത് റിഗാർഡ് ടു ദി ബിസിനസ് ഹെഡിലെ ലോസും ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദർ ഈസ് എനി ഹെഡ് സ്പെസിഫിക് ഉള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിഡക്ട് ദാറ്റ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ അതർ ഹെഡ്സ് ഡിഡക്ട് ചെയ്യുന്നതിന് കോമൺ ഡിഡക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ്, കാരണം ഇവിടെ സാലറിയുടെ കാര്യം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഹെഡ് വിച്ച് വി പ്രസന്റ് ഇസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിഡക്ട് ദാറ്റ് ഫസ്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 36,000 ഉണ്ട്. അപ്പോൾ ആ ഹെഡിൽ ഒരു ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ആദ്യം ഡിഡക്ട് ചെയ്യും. പ്രോഫിറ്റ് ഇസ് 36,000, അപ്പൊ ലോസ് 42 ആണ്. അപ്പൊ എഗെയിൻ ലോസ് വരും. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആദ്യം നമ്മളപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 36,000, ബ്രോഡ് ഫോർവേഡ് ലോസ് കുറച്ചു. അങ്ങനെ വീണ്ടും ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വന്നു. ഇറ്റ് ഇസ് ബി ക്യാരി ഫോർവേഡ്. ഓക്കെ, ക്ലിയർ. ഇനി രണ്ടാമത്തെ ഐറ്റം പ്രോഫിറ്റ് ഫ്രം ഷുഗർ ബിസിനസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഹെഡ് ആണ്. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ബിസിനസ്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. അത്രേ എടുക്കാവൂ. എഗെയിൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ട പോലെ അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, അത് എടുക്കാൻ പാടില്ല ഫോർ ഡിഡക്റ്റിംഗ് ദി ക്യാരി ഫോർവേഡ് ലോസസ് ഓർ സെറ്റിംഗ് ഓഫ്. രണ്ടിനാണെങ്കിലും നമ്മൾ എടുക്കാൻ പാടില്ല 20,000. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം ഷുഗർ ബിസിനസ്, ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഇൻകമേ ഉള്ളൂ, 6 ഐറ്റത്തിൽ ഒരു പ്രോഫിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ദേ ഹാവ് റിട്ടേൺ ആസ് ഇൻകം ഫ്രം ബിസിനസ് 50,000. ദെൻ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ട് 60,000. പക്ഷെ വി ആർ നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് ഇൻകം. അപ്പൊ നമ്മൾ ബ്രോഡ് ഫോർവേഡിനെ അത്രത്തോളം കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ദോ ദർ ഇസ് ലോസ് ഓഫ് ബിസിനസ് ലോസ് 60,000 റുപ്പീസ് ഉണ്ടെങ്കിലും നമ്മൾ 50,000 ഡിഡക്ട് ചെയ്തുള്ളൂ. കാരണം വി ആർ ഹാവിങ് ഓൺലി പ്രോഫിറ്റ് അപ് ടു 50,000. ബാക്കി 10,000 ഇസ് ക്യാരി ഫോർവേഡ്. Then next item is short-term capital gain, long-term capital gain. ഇവിടെ long-term capital loss ഉണ്ട്. അതുകൊണ്ട് long-term capital gain നിന്ന് first we can deduct the long-term capital loss. പക്ഷെ provided ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, gain 34ഉം ലോസ് 48,000 ആണ്. But you can deduct only 34,000. ബാക്കി remaining 14,000 will be carry forward. അതായത് ലോസിനെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എന്തിലേക്ക് ചുരുക്കി എടുത്തു, അല്ലെങ്കിൽ എന്തിലേക്ക് റെഡ്യൂസ് ചെയ്തെടുത്തു, അവൈലബിൾ ആയിട്ടുള്ള ഗെയിനിലേക്ക്. എന്ന് വെച്ചാൽ അർത്ഥം ലോസ് വാസ് 48,000 ലോസ് ഉണ്ടായിരുന്നു, പക്ഷെ വി കാൺ ഡിഡക്ട് ദാറ്റ് എമൗണ്ട്. ഇത് നെഗറ്റീവ് ആയിട്ടൊന്നും എഴുതി കാണിക്കരുത്. ഇറ്റ് ഇസ് ദ വേ ഇൻ വിച്ച് വി ഡു ഇസ് വി വിൽ റെഡ്യൂസ് ദ ലോസ് ടു ദി അവൈലബിൾ ലിമിറ്റ് ഓഫ് പ്രോഫിറ്റ്. അവൈലബിൾ ആയ പ്രോഫിറ്റിലേക്ക് ലോസിനെ ചുരുക്കി എഴുതും. ബാക്കി എമൗണ്ടിനെ നമ്മൾ വി വിൽ ക്യാരി ഫോർവേഡ്. So that is the case of capital gains. Then next item is short-term capital gain. Loss ഒന്നുമില്ല, you can write it as such. So as a whole നമ്മളിപ്പോൾ ഇനി ക്രാക്സ് എഴുതിയാൽ income from house property is nil, income from business is nil, short-term capital gain ഉണ്ട് 16,000. So that 16,000 becomes the gross total income.
See, question kind of question നമ്മളൊരു difference. In this question, AOP share അല്ലെങ്കിൽ share of profit from an AOP is taxed at the maximum marginal rate. In that case, it won't be charged in the hands of assessee. അതുകൊണ്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ഇൻകത്തിനെ കൺസിഡർ ചെയ്തില്ല. How we will know whether it is charged at maximum marginal rate or at normal rate? Hope you remember the question, last question. Last question അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു it has been charged at normal rate. Taxed at normal rate എന്ന് എടുത്തു പറഞ്ഞു. Then what you do? നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല. സെറ്റ് ഓഫ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കില്ല ആ ഇൻകം. പക്ഷേ അത് ആരുടെ ഇൻകം ആയിട്ട് എടുക്കും? ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലെ എ ആയിരുന്നു അസസി, ആ പെർട്ടിക്കുലർ പേഴ്സന്റെ ഇൻകം ആയിട്ട് എടുത്തു. ബട്ട് when it is not mentioned, share of profit from AOP എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ, and it is not mentioned that it is not taxed അല്ലെങ്കിൽ taxed at normal rate എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, you have to assume that it is being taxed at maximum marginal rate. In that situation, you won't take the income. ആ ഷെയർ അല്ലെങ്കിൽ AOPന്ന് കിട്ടുന്ന ഷെയറിനെ നമ്മൾ ഇൻകം ആയിട്ട് അസസിക്ക് ടാക്സബിൾ ആക്കില്ല. ഓക്കെ, ക്ലിയർ? Moving to the next question. The following particulars of income of Mr. Kamal for the previous year ended 31st March are given to you. Interest received on listed debentures. So, other the head income from other source. Second item, business income. Share of loss from a firm. Speculation loss. So, all this relate to business head. Then dividend from Indian company, again other source. Short-term capital gain, long-term capital loss. So, capital gain loss from house property. Compute the gross total income for the previous year 1920 and ascertain the amounts to be carry forwarded. എത്ര amount carry forward ചെയ്യണം, ഇത്രയാണ് question പറഞ്ഞിരിക്കുന്നത്. So, we are asked to calculate the gross total income. So, the first head of income, that is income from salary question പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം തന്നിട്ടില്ല, വി ആർ ഗിവൻ ദി ലോസ്. അപ്പോൾ ഒരു ഐറ്റം ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓർ യു ക്യാൻ റൈറ്റ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ലോസ് ആയതുകൊണ്ട് ഇവരിവിടെ ഇൻകം എന്ന് പറഞ്ഞത് കൊണ്ട് ദേ പുട്ട് ഇറ്റ് ഇൻ ബ്രാക്കറ്റിൽ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൈനസ് സിമ്പിൾ ഇടുക. നെക്സ്റ്റ് ഐറ്റം ഇസ് ബിസിനസ് ഇൻകം. ബിസിനസ് ഇൻകം ഇറ്റ് ഇസ് 70,000. Then അടുത്ത item, short-term capital gain. Then listed debentures ആണ്. Interest received ആണ് തന്നിരിക്കുന്നത്. So you have to gross up the same. Dividend received from an Indian company is exempt from tax up to rupees 10 lakh. അപ്പോൾ അത് എടുക്കില്ല. You find out the gross total income. Next, what happens to the losses? In the case of long-term capital loss, already we discussed in the last session, long-term capital loss can be deducted only from long-term capital gain. But whereas the loss from a house property can be set off against any other income, ഏത് ഹെഡിൽ നിന്ന് വേണമെങ്കിലും ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലുള്ള ഇൻകം അല്ലെ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലുള്ള ലോസ് സെറ്റ് ഓഫ് ചെയ്യാം അപ് ടു 2 lakh, 2 ലക്ഷം വരെ. ഇപ്പോൾ ലോസ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ സെറ്റ് ഓഫ് ചെയ്തു, പക്ഷെ ക്യാപിറ്റൽ ലോസ് എടുത്തില്ല. പിന്നെ ഞാൻ ഓൾറെഡി ഇൻ ദ മോർണിംഗ് വി സെഡ് സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് സ്പെക്കുലേഷൻ, ഇതെല്ലാം ആ പെർട്ടിക്കുലർ നേച്ചറിലുള്ള
എന്താ ഹെഡിൽ നിന്ന് അല്ലെങ്കിൽ അതേ നേച്ചർ ഓഫ് ബിസിനസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ക്യാരി ഫോർവേഡ്. Then very important, share of loss from firm cannot be set off against the personal income of the partner. It is exempt in the hands of the partner. If you have any doubts with regard to this question, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സെഷനിൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. Moving to the next question. Fifth question. Here, ഈ ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. So you have to keep the order of set off in mind. Current year depreciation ആണ് എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. അതാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആദ്യം സെറ്റ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് ദർ ഇസ് എനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിത്ത് റിഗാർഡ് ടു സയന്റിഫിക് റിസർച്ച്, ഫാമിലി പ്ലാനിങ് അതുണ്ടെങ്കിൽ ദെൻ ക്യാരി ഫോർവേഡ് ഓഫ് ബിസിനസ് ലോസസ്, ദെൻ അഗെയിൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ഈ ക്വസ്റ്റ്യനിൽ, ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ they have given the particulars of 1819 as well as 1920 and we were asked to calculate the total income for the assessment year 1920 and 2021. So how will we do? ആകെ പ്രോഫിറ്റ് ഹൗസ് പ്രോപ്പർട്ടി ഹെഡും ഇതേ മാത്രം, പിന്നെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. In the case of the first year, ആദ്യം നമുക്ക് 1920 എടുക്കാം. ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ അസസ്മെന്റ് ഇയർ 1920, അസസ്മെന്റ് ഇയർ 1920 എന്ന് പറയുമ്പോഴത്തേക്കും this will be the case. Financial year will be the previous year. ഫിനാൻഷ്യൽ ഇയർ ഏതാണോ അതായിരിക്കും പ്രീവിയസ് ഇയർ. അപ്പോൾ അർത്ഥം 1819 ഉള്ള ഐറ്റം ദാറ്റ് വിൽ ബി അസസ്ഡ് ഡ്യൂറിങ് 1920. പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 1920 ഇയറിൽ, ഫിനാൻഷ്യൽ ഇയറിലെ കാര്യങ്ങളാണ്. അപ്പോൾ ദാറ്റ് ഐറ്റം വിൽ ബി അസസ്ഡ് ഡ്യൂറിങ് 2021. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ റീഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുമുണ്ട് 1920 2021 ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1920 2021. So first we can do this part. ഈ പാർട്ട് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ ഹെഡ് ഇൻകം ഫ്രം സാലറി ക്വസ്റ്റ്യനിലില്ല. സെക്കൻഡ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി
That is 2 lakh. You can write as such. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിസിനസ് പ്രോഫിറ്റ് ഇസ് ദർ ആൻഡ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഇസ് ദർ. ഇത് ലോസ് ആണെന്നുള്ളതല്ല, ഇറ്റ്സ് ജസ്റ്റ് ഗിവൺ ആൻ ഹൈഫൺ കേട്ടോ. ഡോണ്ട് മിസ്റ്റേക്ക് ദാറ്റ് ദിസ് ഐറ്റം ഇസ് ലോസ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ 7 lakh. 7 lakh minus 1 minute. It's a loss കേട്ടോ. സോറി ഇറ്റ്സ് എ ലോസ്. ഇറ്റ്സ് എ ലോസ്. കാരണം വേറൊരു ഐറ്റത്തിലും അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് ആൻ ഹൈഫൺ ഇറ്റ് ഷുഡ് ബി ദ ഇൻ ഓൾ ദ ഐറ്റം. അപ്പോൾ 7 ലക്ഷം രൂപ ഓൾറെഡി എന്തുണ്ട്, ദർ ഇസ് എ ലോസ് അണ്ടർ ദ ഹെഡ് ബിസിനസ്. ആൻഡ് ഫർദർ ആ വർഷമുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 5 lakh. So business loss carry forwarded will be അതായത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ആ ലോസ് എമൗണ്ട്. അപ്പോൾ ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് വിൽ ബി 5 lakh. $7 lakh ഓൾറെഡി എന്താണ്, ദർ ഇസ് എ ലോസ്. ബിസിനസ് ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഇൻകം എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ഇൻകം ആണ്, 2 ലക്ഷം. അപ്പം അതിന് നമ്മൾ ലോസ് ആയിട്ട് തന്നെ എടുത്തു. അപ്പം ടാക്സബിൾ ഇൻകം ഇല്ല. അപ്പം ബിസിനസ് ലോസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് 5 lakh. മൊത്തം ഉണ്ടായ ലോസ് 7 ലക്ഷം. അതിൽ നിന്ന് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ ഇൻകത്തിനെ കുറച്ചിട്ട് ബാക്കി 5 lakh ബിസിനസ് ലോസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. ഇനി ഡിപ്രീസിയേഷൻ നോക്കിയാൽ ഇൻകമേ ഇല്ല, പിന്നെ എങ്ങനെ ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യും? അപ്പൊ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈ കറണ്ട് ഇയറിലെ ഫുൾ ഡിപ്രീസിയേഷൻ വിൽ ബി അൺഅബ്സോർബ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി ക്യാരി ഫോർവേഡ്. ഈ പാർട്ട് മനസ്സിലായെങ്കിൽ യു വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ഇയർ. ദാറ്റ് ഇസ് ദി പാർട്ട് 2. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ നെക്സ്റ്റ് ഇയറിൽ ആദ്യം ചെയ്യേണ്ടത് ദി ബിസിനസ് ഇൻകത്തിൽ നിന്നും, അതായത് ആ ഇയർ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് 10 lakh. അപ്പൊ ഫസ്റ്റ് ഡിഡക്ട് ചെയ്യേണ്ടത് ദാറ്റ് കറണ്ട് ഇയേഴ്സ് ഡിപ്രീസിയേഷൻ ആണ്. 10 lakh മൈനസ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ 6 lakh, അങ്ങനെ 4 lakh. ബ്രോഡ് ഫോർവേഡ് ചെയ്ത ലോസ് എന്ന് പറയുന്നത് 4 lakh ആയിട്ട് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 1 ലക്ഷം വീണ്ടും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. ഇൻകം ഫ്രം ബിസിനസ് ഇല്ല. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 6 lakh ആണ്. ബ്രോഡ് ഫോർവേഡ് ഡിപ്രീസിയേഷൻ ക്യാൻ ബി deducted from that, and the total income taxable will be 1 lakh. If you have any doubts, you can ask me.
moving to the next question. That is the second last question for today's discussion. Your question continue. So the next question in the Mr. Salim gives you the following details of his income and losses during the previous year. Brought forward business loss of the year 2018-19, it is 1 lakh. Unabsorbed depreciation of the year 18-19. So this 18-19 എന്ന് പറയുന്ന previous year എന്ന് പറയുന്നത് ഇതിന് മുന്നത്തെ previous year ആണ്. So all these things relates to the previous year of the അതായത് ഇപ്പോൾ relevant previous year 1920 മുന്നേ ഉള്ള preceding previous year ആണ്. Brought forward loss under the head income from house property. Current year loss from business. Depreciation allowable. അപ്പോൾ ഈ depreciation എന്ന് പറയുന്നത് current year ആണ്. Income from house property. Interest on security. Interest on bank deposit. Compute the taxable income of Mr. Salim. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ട whether our first head is given. No. നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ്. ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി ഇല്ല. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 36,000. ദെൻ ആ ഹെഡിൽ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ എന്തെങ്കിലും ലോസ് ഉണ്ടോ എന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു കറണ്ട് ഇയർ ഉണ്ടെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ഉണ്ടോ എന്ന് നോക്കുക. There is a brought forward loss 20,000. Deduct that, you will get the remaining as 16,000. ഇനി അതർ സോഴ്സിലുള്ള ഇൻകം ആയ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റും രണ്ടെണ്ണമാണ് ഉള്ളത്. കാരണം ക്യാപിറ്റൽ ഗെയിനോ അങ്ങനെയൊന്നുമില്ല. അതർ സോഴ്സിലെ ഇൻകം 2,40,000. സോ ഇൻകം എല്ലാം ഈ കറണ്ട് ഇയറിലെ ഇൻകം എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഹൗസ് പ്രോപ്പർട്ടിയും അതർ സോഴ്സും. സോ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഹെഡിലുള്ളത് തന്നെയായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു. മീൻസ് ബ്രോഡ് ഫോർവേഡ് ആൻഡ് ദെൻ വി സെറ്റ് ഓഫ്. അപ്പോൾ റിമൈനിങ് ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2,56,000. അതിൽ ഫസ്റ്റ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു ദി കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ. ആദ്യം കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് കറണ്ട് ഇയർ ബിസിനസ് ലോസ് ആണ്. That is also given in the question. അതും കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് unabsorbed depreciation കുറയ്ക്കാനുള്ള എമൗണ്ട്. This is the thing which I said in the beginning. Always give the first importance to the current year. Current yearലുള്ള depreciation importance കൊടുക്കുക. Current year depreciation, then carry forward business loss, പിന്നീട് വീണ്ടും unabsorbed depreciation, unabsorbed capital expenditure. അപ്പോൾ ആദ്യം കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ, ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ, പിന്നെ വീണ്ടും unabsorbed നേച്ചറിലുള്ള ഡിപ്രീസിയേഷൻ, unabsorbed capital expenditure. This was the order of setup which we discussed കുറച്ചു നേരം മുന്നേ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ ഏരിയ. ഇതിനകത്ത് വീണ്ടും നമുക്ക് അൺഅബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ലോസ് ഉണ്ട്. It will be carry forward. Business loss. Anyone has a doubt? ഇപ്പൊ വേണമെങ്കിൽ ആരും ഡൗട്ട് വെച്ചില്ല, എന്നാലും ഞാൻ പറയാം. ഗ്രോസ് ടോട്ടൽ ഇൻകം 44,000. അപ്പോൾ നമുക്ക് ചോദിച്ചൂടെ റിമൈനിങ് കുറച്ച് പോർഷൻ ഇൻകം ഉണ്ടല്ലോ, വൈ വി കാൺ സെറ്റ് ഓഫ് ദിസ് 1 lakh rupees? The brought forward business loss can be set off against only business income. Brought forward ചെയ്ത് കൊണ്ടുവരുന്ന ബിസിനസ് ലോസ്. അപ്പോൾ 18-19 അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയറിൽ ഇൻകർ ചെയ്ത 1 lakh rupees നമ്മൾ സക്സീഡിങ് ഇയറിലോട്ട് എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തത്. ബട്ട് അഗെയിൻ ബിസിനസ് ഹെഡിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വി മേ സെറ്റ് ഓഫ് ദാറ്റ് 1 lakh. പക്ഷെ ഇവിടെ
ബിസിനസ് ഹെഡിൽ ഒന്നും തന്നെ റിമൈൻ ചെയ്യുന്നില്ല. ക്ലിയർ? പക്ഷേ അൺഅബ്സോർബ് ഡിപ്രീസിയേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ പോലെ തന്നെ, കറണ്ട് ഇയർ ഡിപ്രീസിയേഷനും ബിസിനസ് ഹെഡിൽ ഇൻകം ഉണ്ടായിട്ടാണോ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തത്? അല്ല. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആയാലും അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ആയാലും വേറെ ഹെഡിൽ നിന്ന് കിട്ടിയ 2,50,000 ആണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തത്. പക്ഷേ ബട്ട് ദി ബിസിനസ് ലോസ് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്ന ബിസിനസ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ബിസിനസ് ഇൻകം ഒൺലി. Moving to the next question. Hope this question is clear. Next question. Mr. Z submits the following information. Again, here 2 previous years are given before you. Loss from self-occupied house, loss from business, profit തന്നിട്ടുണ്ട്, income from salary തന്നിട്ടുണ്ട്. Explain how the losses can be set off. So, ആദ്യം income 65,000 നമ്മൾ ഒരു ഇയർ എടുക്കാം. As we did in the case 18-19 previous year ആകുമ്പോൾ 18-19 previous year ആകുമ്പോൾ അസസ്മെന്റ് ഇയർ 19-20. അപ്പൊ ആദ്യം അത് നോക്കാം. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ വരുന്ന ഒരു ലോസ് ആണ്. 2 lakh വരെ നമുക്ക് സാലറിന്ന് കുറയ്ക്കാൻ പറ്റും. സോ വി ഡിഡ് ഇറ്റ്. സെറ്റ് ഓഫിന് ശേഷം ബാക്കി 5,000 ഉണ്ട്. ദാറ്റ് 5,000 യു കാൻ യൂസ് ഇറ്റ് ഫോർ എനി അതർ സെറ്റ് ഓഫ്. അതുപോലെ ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് 90,000. ബട്ട് യു കാൺ ടേക്ക് ദാറ്റ് 90,000-നെ എന്ത് ചെയ്യാൻ പറ്റും? തൊട്ട് മുന്നത്തേൽ പറഞ്ഞ പോലെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഓൺലി ബിസിനസ് ഇൻകം. അതുമല്ല സാലറി ഹെഡിൽ വേറെ ഒന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഓൺലി 2 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് മാത്രമേ എവിടെ നിന്ന് ഏത് ഹെഡിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും? ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. So the remaining amount of 5,000 becomes the gross total income for the assessment year 19-20. ഇനി അടുത്ത ഇയർ നോക്കിയാൽ again income from salary is given 1,23,000. അവിടെയും ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഒരു ലോസ് ഉണ്ട്. ഡിഡക്ട് ദാറ്റ് റിമൈനിങ് 78,000. അത് ആ ഇൻകം ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കും. ബട്ട് ആ വർഷം ഒരു പ്രോഫിറ്റ് വന്നു 30,000 rupees പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു 90,000. പക്ഷെ ആ 90,000 മൊത്തത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ബാക്കി 60,000 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. അതായത് 30,000 പ്രോഫിറ്റ് ഉണ്ട്, ബ്രോഡ് ഫോർവേഡ് ചെയ്ത 90,000 ഉണ്ട്. തൊട്ട് മുന്നത്തെ പ്രാവശ്യം അതിൽ 30 മൈനസ് 90, ബാക്കി ഇരിക്കുന്ന 60 വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യും. ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത് 8 years വരെ നമുക്ക് നോൺ സ്പെക്കുലേഷൻ ബിസിനസ് ആണെങ്കിൽ ചെയ്യാം. സ്പെക്കുലേഷൻ ബിസിനസ് ആണെങ്കിൽ 4 year വരെ ക്യാരി ഫോർവേഡ് ചെയ്യും. ഇപ്പൊ റിമൈനിങ് എമൗണ്ട് സാലറിയുടെ ഹെഡിൽ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ബിക്കംസ് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം. അതുപോലെ ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതും ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ലോസ് ഫ്രം ബിസിനസ് ഹെഡ് ബിസിനസ് ലോസ് അതും നമുക്ക് 8 years വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. Okay, if there is any doubts regarding the questions discussed, ഏതെങ്കിലും പോർഷനിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me.
ഏഴ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ വി വിൽ ഡിസ്കസ് മോർ പ്രോബ്ലംസ്. And I will share more questions with solution which you can practice by yourself, and practice the questions we will discuss in the next class.